കുറച്ച് റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഡീസൽ കുറച്ച് വർഷം കൊണ്ട് കഴിയുമ്പോൾ നിർത്തും, ഡീസൽ വണ്ടികളുടെ റീസെയിൽ വാല്യൂ ഒക്കെ കുറയും. എന്നിട്ടും എന്തുകൊണ്ട് ഡീസൽ വേണമെന്ന് എനിക്ക് തോന്നി? കിലോമീറ്റർ മൈലേജ് ഉള്ള സിറ്റി യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് വന്നപ്പോൾ മൈലേജ് കൺവീനിയൻസ് എടുത്ത് കളഞ്ഞിട്ട് കോസ്റ്റ് കട്ടിങ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകും. ഡീസൽ വണ്ടി എടുത്താലുള്ള ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂണ്ടൈ വെന്യൂ ദ മോസ്റ്റ് സെല്ലിംഗ് കോമ്പാക്ട് SUV അല്ലെങ്കിൽ ദ മോസ്റ്റ് സെല്ലിംഗ് ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദ മോസ്റ്റ് സെല്ലിംഗ് കാർസിൻ്റെ ലിസ്റ്റിൽ വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ വെന്യൂ എന്ന് പറയുന്നത്. ഹ്യൂണ്ടൈയുടെ കൊറിയൻ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സായ ഹ്യൂണ്ടൈയുടെ ഈ കോമ്പാക്ട് SUV ഇന്ത്യയിലെത്തിയിട്ട് ഏകദേശം 3-4 വർഷമേ ആയിട്ടുള്ളൂ. എങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. കാരണം അതുപോലാണ് ഇതിൻ്റെ സെയിൽസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സഹോദരനാക്കിയ സോണറ്റിനെ നമ്മൾ കാണാറുണ്ട്, ഇഷ്ടംപോലെ റോഡിൽ കാണാറുള്ള കോമ്പാക്ട് SUVകളിൽ ഒന്നാണ് നമ്മുടെ വെന്യൂവും സോണറ്റും ഒക്കെ. ഇതിന് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും. ഈ 3 വേരിയൻസിലെ ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രെറ്റയുടെ സെയിം എഞ്ചിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതൊരു ലോങ് റൺ കാർ കൂടിയാണ്. ലോങ് റൺ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ള വെന്യൂയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും 36,000 ഇത്ര ലോങ് ആണോ? പക്ഷേ ഇത് 6 മാസം കൊണ്ടാണ് ഈ ഒരു 36,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ യൂസറിനോട് ചോദിക്കാം. കാരണം ഇത്ര ഓട്ടം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വെന്യൂ എടുത്തു, ഇതിൻ്റെ ഒരു യാത്രാസുഖം, ഇത്ര നാളത്തെ സർവീസ് എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതാണ് വെന്യൂവിൻ്റെ ഓണർ, സോളമൻ എന്നാണ് പേര്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ കുറേ നാളുകൊണ്ട് പറഞ്ഞ് തന്നിട്ട് ഇതുവരെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് നടത്തുന്നത്. അപ്പോൾ ഇത്രയും ഓട്ടമുള്ള സ്ഥിതിക്ക് ഇവൻ എന്തായാലും വണ്ടിയെ പറ്റിയുള്ള കുറച്ച് എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും. എടാ, നീ എന്ത് ചെയ്യുന്നു ആദ്യം ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് അറിയാലോ, എനിക്ക് കൊച്ചിലെ ബിസിനസ്സാണ്. ഓക്കെ. ജയഗാർഡ് എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്. ഓക്കെ. അപ്പം ഒരു ബിസിനസ് റണ്ണ് ചെയ്യുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണോ ഈ ഒരു ഡീസൽ വണ്ടി എടുക്കണമെന്ന് തോന്നിയത്? നമുക്കെല്ലാം വഴിയെ ചോദിക്കാനുണ്ട്. ആദ്യമേ ചോദിക്കുന്നത് വെന്യൂ എന്തുകൊണ്ട് എടുത്തു, വെന്യൂ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ വെന്യൂ എടുക്കാനുള്ള കാരണം മെയിനായിട്ട് ബഡ്ജറ്റിലുള്ളൊരു വണ്ടി ആയതുകൊണ്ടാണ്. ഞാൻ വേറെ വണ്ടികളൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചുകൂടി എൻ്റെ ബഡ്ജറ്റിൽ ഫുൾ ഓപ്ഷൻ കിട്ടുന്ന വണ്ടിയിലായിരുന്നു. ഫുൾ ഓപ്ഷൻ വേണമെന്നായിരുന്നു നിർബന്ധം. ഡീസൽ വണ്ടി വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഡീസൽ പ്രൊവൈഡ് ചെയ്യുന്നത് കിയയുടെ വണ്ടികളും പിന്നെ ഇതും ഉള്ളായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മഹേന്ദ്രയുടെ XUV 400 ആയിരുന്നു. ടാറ്റ നെക്സണ് ഡീസൽ ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നെ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ളത് ഹുണ്ടായുടെ വണ്ടി ആയതുകൊണ്ട് ഇതെടുക്കാമെന്ന് വിചാരിക്കുന്നു. ആള് ഭയങ്കര ഫോർമലായിട്ടൊക്കെയാണ് നിൽക്കുന്നത് ക്യാമറ മുന്നേ വെച്ചപ്പോഴത്തേക്ക്. ഓക്കെ. അങ്ങനെ വെന്യൂവിലോട്ട് വന്നു. ഡീസൽ വേണമെന്ന് എന്തുകൊണ്ടായിരുന്നു നിർബന്ധം? കാരണം ഡീസലിൻ്റെ കുറച്ച് റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ഡീസൽ കുറച്ച് വർഷം കൊണ്ട് കഴിയുമ്പോൾ നിർത്തും, ഡീസൽ വണ്ടികളുടെ റീസെയിൽ വാല്യൂ ഒക്കെ കുറയും. എന്നിട്ടും എന്തുകൊണ്ട് ഡീസൽ വേണമെന്ന് എനിക്ക് തോന്നി? നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയും ഡീസൽ വണ്ടിയായിരുന്നു. ഏതായിരുന്നു നേരത്തെ ഉപയോഗിച്ചിരുന്നത്? വീട്ടിൽ ഒരു ഹോണ്ട സിറ്റി ഉള്ളത്, അത് ഡീസലാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഡീസൽ വണ്ടിയോട് ഇഷ്ടമുണ്ട്. പിന്നെ അതേപോലെ ഈ ഡീസൽ എടുത്ത കംപ്ലൈൻറ്റ് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് നല്ല ഓടിയിട്ടുള്ള വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മുടെ? അതിപ്പോൾ ഒരു 80,000 ആയിട്ടുണ്ട്. 80,000 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചപ്പം ഇവൻ അതിൻ്റെ മൈലേജ് പറഞ്ഞപ്പോൾ ഞെട്ടിയത് എത്രയായിരുന്നു? 24 ഒക്കെയാണ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. മര്യാദയ്ക്ക് ഓടിച്ചാൽ അത് തന്നെ. അത് പിന്നെ എപ്പോഴും കാണാറില്ലല്ലോ. പിന്നെ ആ വണ്ടി ഉള്ളതുകൊണ്ട് അതിന് ഡീസൽ തന്നെ വേണം. അതിൻ്റെ ഒരു ടോർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഡീസൽ വേണം നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തത്, ഡീസൽ എടുത്തത്. പിന്നെ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ നോയ്സ് ഭയങ്കര ക്യാബിനിൽ ഭയങ്കരമായിട്ട് കേൾക്കാം. സിറ്റിക്കാണ്. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല. ഇത് സ്റ്റാർട്ടാണെന്ന് പോലും മനസ്സിലാകത്തില്ല. പുതിയ ഡീസൽ വണ്ടികളുടെ ഒരു ഗുണം അതൊക്കെയല്ലേ, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡീസൽ വെന്യൂ എടുത്തു. പിന്നെ മാനുവലാണ് എടുത്തിരിക്കുന്നത്. മാനുവൽ എന്തുകൊണ്ട് എടുത്തു? ഇതിന് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇല്ല വെന്യൂ ആയതുകൊണ്ട്. എങ്കിലും സോണറ്റിൻ്റെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഓട്ടോമാറ്റിക് വേണ്ട? പിന്നീട് ഓട്ടോമാറ്റിക് എടുക്കാം, സോണറ്റ് വേണ്ടെന്ന് വിചാരിച്ച് ഇപ്പം ഓട്ടോമാറ്റിക് എടുത്താലും നമ്മൾ യൂസ് ചെയ്ത് കൂടുതൽ മാനുവൽ നമുക്ക് കംഫർട്ടബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മാനുവൽ തന്നെ പ്രിഫർ ചെയ്തത്. ഓക്കെ. പിന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളതാണ്. എത്ര കിലോമീറ്റർ? ഇതിപ്പോൾ ഒരു 34,000 കിലോമീറ്റർ. 34,000, ഞാൻ 36,000 എന്നാണ് പറഞ്ഞിരുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു 6 മാസമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷനാണ്. ഇപ്പം അഡാസ് ഒക്കെ വെച്ചിട്ട് പുതിയൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അതിന് മുമ്പുള്ള ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്ന എഡീഷനാണ് വെന്യൂൻ്റേത്. അത് ഈ അത്രയും നാൾ കൊണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിച്ചു. നീ അപ്പോൾ ഏറ്റവും ലോങ് പോയിട്ടുള്ളത് എങ്ങോട്ടാണ്? ഞാൻ എല്ലാ വീക്കും ലോങ്ങാണ് പോകുന്നത്. ബാംഗ്ലൂർ, പത്തനംതിട്ട പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ ഏറ്റവും ലോങ് പോയത് ഗോവയ്ക്ക് പോയത്. ഓക്കെ.
അപ്പം ഗോവയ്ക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് ആണ് ഏറ്റവും ലോങ് ആയിട്ട് പോയത്. അങ്ങനെയൊക്കെയാണ് ഇത്രയും കിലോമീറ്റർ ആയത്. അപ്പോൾ ആ ലോങ് ഡ്രൈവിൻ്റെ കംഫർട്ടാണ് നമുക്ക് അറിയേണ്ടത്. വെന്യൂ, ഇത് ഒരു കോമ്പാക്ട് SUV, നീ സെഡാൻ ഉപയോഗിക്കുന്ന ആളായിരുന്നു വീട്ടിലെ വണ്ടി. അപ്പം സെഡാനിൽ നിന്ന് കോമ്പാക്ട് SUVയിലേക്ക് വന്നു. യാത്രാ സുഖത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെയുണ്ട് ലോങ് ഡ്രൈവിൻ്റെ ഇതിൻ്റെ ഒരു കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട്? ഇതിൻ്റെ യാത്രാ സുഖത്തിനുള്ള വ്യത്യാസമല്ല കൂടുതലായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ വണ്ടിയിലാണ് നമ്മൾ സെഡാനിൽ പോകുമ്പോൾ കുറേ ശ്രദ്ധിക്കണം, ഹമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് വന്നപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. അപ്പം കൂടുതലും നമ്മളങ്ങ് വണ്ടി അങ്ങ് ഓടിച്ചങ്ങ് പോയാൽ മതി, വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. എന്താ വണ്ടി അടിയിടിക്കുമോ അല്ലെ എവിടെയെങ്കിലും കയറാത്തതുണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 പേർക്കൊക്കെ പോകാൻ അത്ര കംഫോർട്ടൊന്നും അല്ല, 4 പേര് പോകും. പിന്നെ എൻ്റെ ആണെങ്കിൽ യാത്രയെല്ലാം ഒന്നീ ഞാൻ ഒറ്റയ്ക്ക് അല്ലെ 2 പേര് മാക്സിമം, 4 പേര് കൂടുതലൊന്നും ഇതുവരെ എങ്ങും പോയിട്ടില്ല. 4 പേരുണ്ടെങ്കിൽ ഇപ്പം ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുവാണെങ്കിൽ കുറവാണ് ഇതിന്, അങ്ങനെ കുറവാണ്. നമുക്ക് ഒരു 4 പേര് മുകളിലോട്ടുള്ള 4 പേരുടെ തന്നെ നല്ല ലഗേജ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പാടാണ്. 60-40 സ്പ്ലിറ്റ് അല്ലേ? 60-40 സ്പ്ലിറ്റ്. ഞാൻ എപ്പോഴും പിന്നെ പോകുന്ന 2 പേരല്ലേ ഒറ്റയ്ക്കാണ് പോകുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരാൾ തന്നെ പോകുമ്പം ഏതായാലും ബാംഗ്ലൂർ റോഡാണ്, നല്ല സ്പീഡ് കയറാറുണ്ടായിരിക്കും. ഒരു 140+ കയറാറുണ്ടോ? ക്രൂസ് ചെയ്യാറുണ്ടോ? ക്രൂസ് ചെയ്യുന്ന ഒരു 140 ക്രൂസ് ചെയ്യുന്നത്. അപ്പോൾ 140 റേഞ്ചിലായിരിക്കും ക്രൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് എല്ലാം സ്മൂത്താണ്, കുറച്ചൊരു ചെറുതായിട്ടൊരു ഹാർഡാണ്. അത് ശരിക്കും പെട്രോൾ വെന്യൂവിന് ആ ഒരു പ്രശ്നമില്ല, ഡീസലിന് ഇച്ചിരി ഹാർഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കംഫോർട്ടിന് പ്രോബ്ലം ഒന്നും ഇല്ല, നല്ല സ്റ്റേബിളാണ് വണ്ടി. ബ്രേക്കിങ്ങും കുഴപ്പമില്ല. പെട്രോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും അല്ലേ? പെട്രോളിൻ്റെ സ്റ്റിയറിംഗ് ഇച്ചിരി ലൈറ്റാണ്, കാരണം എൻ്റെ വീട്ടിലൊരു വെന്യൂ ഉണ്ട് പെട്രോൾ, അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് ലൈറ്റാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു ഇതിന് ഇച്ചിരി സ്റ്റിയറിംഗ് ടൈറ്റ് ആണെന്നേ ഉള്ളൂ. അത് കാരണം സ്റ്റെബിലിറ്റി ഉണ്ട്, അത്ര സ്പീഡിൽ പോകുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ബ്രേക്കിങ് കുഴപ്പമില്ല. രാത്രിയിൽ പിന്നെ ലൈറ്റിൻ്റെ വിസിബിലിറ്റി അത്ര പോലെ, കാരണം ഇതിന് ഫോഗ് ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്ട്രാ ലൈറ്റ് വെക്കുന്നതിനെ പറ്റി ആലോചിക്കാറുണ്ട്. പിന്നെ അഡീഷണൽ ഒരു എക്സ്ട്രാ ആക്സസറി അതുപോലെ ഇങ്ങനെ കയറിയിരിക്കും. ഇത് ടോപ്പ് വേരിയന്റ് അല്ലേ? ടോപ്പ് വേരിയന്റ്. വേരിയന്റ് ഏതായിരുന്നു ഒന്ന് പറഞ്ഞു. ഇത് SX ആണ് വേരിയന്റ്. അതിൽ മേളിലൊരു വേരിയന്റ് കൂടി ഉണ്ട്, SX ഓപ്ഷനിൽ. അതിനകത്ത് ഫോഗ് വരുന്നുണ്ടോ? അതിനകത്ത് ഫോഗില്ല, ഫോഗിന് ഓപ്ഷൻ ഇല്ല. ഈ ഒരു ഫേസ് ലിഫ്റ്റ് വേരിയന്റ് വന്നതോടെ വെന്യൂന് ഫോഗ് ഇല്ല. അതിന് തൊട്ട് മുമ്പുള്ള വെന്യൂനെല്ലാം ഫോഗ് ലൈറ്റ്. അതിന് ഓപ്ഷനിനകത്ത് എന്തൊക്കെ വ്യത്യാസമുള്ളത്? ഓപ്ഷന് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന ഒരു സാധനം. സീറ്റ് ഒരു ലെതർ സീറ്റാണ്, ഫുള്ള് ലെതർ അല്ല, പാർഷ്യലി ലെതർ ആയിട്ടുള്ള സീറ്റ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 6 എയർ ബാഗ്സ് വരും സ്റ്റാൻഡേർഡ് ആയിട്ട്. ഇതിന് 4 എയർ ബാഗ്സ് ആണ് വരുന്നത്. പിന്നെ ലോങ് ഡ്രൈവിന്റെ കംഫർട്ടിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈറ്റിന്റെ വിസിബിലിറ്റി കുറവാണ്. ലൈറ്റിന്റെ വിസിബിലിറ്റി കുറവാണ്. ബ്രേക്സിന് കുഴപ്പമൊന്നുമില്ല. ബ്രേക്സ് വലിയ പ്രശ്നമാണ്, നമുക്ക് പ്രോഗ്രസീവ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ. അവിടെ കേരളം വിട്ട് കഴിഞ്ഞാൽ അധികം കോണേഴ്സ് ഇല്ല, പക്ഷേ അതുവരെ കുമളി വരെയൊക്കെ നല്ല കോണേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റെബിലിറ്റി എത്ര സ്പീഡിലൊക്കെയാണ്? ഈ 70-80 കോണേഴ്സ് എടുക്കാൻ പറ്റുമോ നമ്മുടെ മൂവാറ്റുപുഴ റോഡ് പോലെ? നമുക്ക് 70-80 പോവാം, കുഴപ്പമില്ല. പിന്നെ ബോഡി റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാസഞ്ചേഴ്സ്, കോ പാസഞ്ചേഴ്സിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓടിക്കുന്ന ആൾക്ക് അത്രയും പ്രോബ്ലം തോന്നില്ല, നമ്മൾ സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. കോ പാസഞ്ചേഴ്സിന് മാത്രമേ പ്രശ്നമുള്ളൂ. ഫ്രണ്ടിലാണോ ബാക്കിൽ? റിയർ പാസഞ്ചേഴ്സിനാണ്. ബാക്കിൽ എന്തായാലും ബുദ്ധിമുട്ട് കാണും. പിന്നെ അത് അത്ര സ്പീഡിലൊക്കെ പോകുന്നതുകൊണ്ടാണ്. അത്ര സ്പീഡിൽ പോകാതെ മര്യാദയ്ക്ക് ഓടിച്ച് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല, കൂളായിട്ട് തന്നെ പോകും. ഞാൻ അങ്ങനെ അധികം സ്പീഡിൽ പോകാറുമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എത്ര ആയിരുന്നു? ഓൺ റോഡ് പ്രൈസ് ഇതിനായത്? ഇത് വണ്ടി എടുത്ത സമയത്ത് 14.60 ആയിരുന്നു തോന്നുന്നു, ഇൻക്ലൂഡിങ് എക്സ്റ്റൻഡ് വാറണ്ടി എല്ലാം. 14.5 ലക്ഷം രൂപയ്ക്ക് ടോപ്പ് വേരിയൻ്റ് എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു പ്രൈസിന് ക്രെറ്റ തന്നെ കിട്ടത്തില്ലേ? ഒരു ബേസ് മോഡലൊക്കെ കിട്ടത്തില്ലേ? ക്രെറ്റ ബേസ് മോഡൽ കിട്ടും, പക്ഷെ നമുക്ക് ഇതിനിപ്പം വരുന്ന ഡീസൽ എഞ്ചിൻ സെയിം ഇത് തന്നെയാണ് വരുന്നത്, ക്രെറ്റയുടെ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അത് ഈ ഒരു വേരിയൻ്റ് തൊട്ടാണ് അങ്ങനെ വന്നു തുടങ്ങി. പിന്നെ നമുക്കിപ്പം ക്രെറ്റ എടുത്താലും ഫുൾ ഓപ്ഷൻ കിട്ടത്തില്ല, എനിക്ക് ഫുൾ ഓപ്ഷൻ തന്നെ വേണം, ഒന്നും കാണില്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് ക്രെറ്റയിലേക്കൊന്നും പോയത്. പിന്നെ എനിക്ക് ഇത്ര എൻ്റെ ആവശ്യം ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ആവശ്യത്തിനനുസരിച്ചൊരു വണ്ടി, ഒരുപാട് വലിപ്പവും വരുന്നില്ല, അങ്ങനെ 2 പേർക്ക് പോകാനുള്ള ഇതേ ഞാൻ നോക്കിയിട്ടുള്ളൂ. കൂടുതലും അതിന് മേളിലോട്ടുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. അതൊക്കെ വല്ലപ്പോഴും എനിക്ക് 2 പേര് കൂടുതൽ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കിത് കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്രെറ്റയിലേക്ക് പോകാൻ. ഇതാണ് പർപ്പസ്. കാരണം ഓരോരുത്തർ വണ്ടിയുടെ വണ്ടി എടുക്കാൻ നോക്കുന്നു, ബഡ്ജറ്റ് നോക്കുമ്പോൾ പർപ്പസ് എന്താണെന്ന് കൂടെ നോക്കിയിട്ട് വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലേ? ഇതിപ്പോൾ എനിക്ക് ക്രെറ്റയുടെ സെയിം പവർ കിട്ടുന്നുണ്ട്, പിന്നെ വണ്ടിക്ക് അത്രയും വലിപ്പം ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി പുഷ് ചെയ്യാനും പറ്റും. പിന്നെ ആകെയുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ പുറകിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല.
അതൊക്കെ പിന്നെ ഇത് തന്നെ ഓക്കെ ആണ് നമുക്ക്. ഡിസ്കൗണ്ട് ആവശ്യം ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നെ 35,000 കിലോമീറ്റർ ആകാറായില്ലേ, അപ്പോൾ നമുക്ക് സർവീസ് ഒക്കെ ആയി കാണുമല്ലോ. സർവീസ് എത്ര എണ്ണം ചെയ്തു? സർവീസ് ഇപ്പം ടോട്ടല് ഫസ്റ്റ് ഫ്രീ സർവീസ് കഴിഞ്ഞ് 2 എണ്ണം പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം പെയ്ഡ് ചെയ്യുമ്പോൾ സർവീസ് സെൻറ്റേഴ്സ് നമ്മൾ സെലക്റ്റീവ് ആണ്. നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഓരോ എക്സ്പീരിയൻസാണ് കിട്ടും. അപ്പം ചിലയിടത്ത് കൊടുക്കുമ്പോൾ തീരെ കെയർ കാണത്തില്ല, ചിലയിടത്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് കെയർ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യും. നീ ബാംഗ്ലൂരാണോ കൊടുക്കാറ്? ഞാൻ ആദ്യം ഫസ്റ്റൊക്കെ ഞാൻ ഇവിടെ കേരളത്തിലായിരുന്നു കൊടുത്തത് ഫസ്റ്റ് സർവീസ്. അത് കഴിഞ്ഞിട്ട് പിന്നെല്ലാം ഞാൻ ബാംഗ്ലൂരിൽ തന്നെ കൊടുക്കുന്നത്. ഇവിടുത്തെ പോരാഞ്ഞിട്ടാണോ? ഇവിടുത്തെ എനിക്ക് 2 സർവീസ് ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള 2 സർവീസ് സെൻ്ററുമായിട്ട് എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവാഞ്ഞുകൊണ്ട് കൊടുത്തത്. അവർ നമ്മളെ ബേസിക്കലി ഈ സൈലൻസർ അണ്ടർ ബോഡി കോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നതല്ലാതെ ഒരു വണ്ടിയുടെ വർക്കിലൊന്നും വലിയ കാര്യമായിട്ട് അവർ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വണ്ടി ഇപ്പോൾ സർവീസ് ചെയ്യാനെല്ലാം ബാംഗ്ലൂരിൽ കൊടുക്കുന്നത്. അവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സർവീസ് കോസ്റ്റ് എന്ത് മാത്രമാണ്? സർവീസ് കോസ്റ്റ് നോർമലി ഒരു 4,000 to 6,000 ആയിരിക്കും റേഞ്ച് വരുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം ഇതിന് മുമ്പത്തെ സർവീസ് ചെയ്തപ്പം സിന്തറ്റിക് ഓയിൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിനൊരു അഡീഷണൽ 2,000 കൂടി ആയിട്ടുണ്ട്. എക്സ്ട്രാ 2,000. സിന്തറ്റിക് ഓയിൽ എന്തുകൊണ്ട് നീ എക്സ്ട്രാ സിന്തറ്റിക് ആഡ് ചെയ്യണം താല്പര്യപ്പെട്ടു? ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തത്. എല്ലാവരും സെമി സിന്തറ്റിക്, ഒരു സമയത്ത് സിന്തറ്റിക് ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും വീണ്ടും സിന്തറ്റിക്. എനിക്കങ്ങനെ വലിയൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇവനെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഓടിക്കുന്ന ആളാ, അപ്പൊ നിനക്ക് തന്നെ എത്ര വലിയ യൂസ് വരുന്നില്ലെങ്കിൽ ഹൈവേയിലല്ലേ, അധികം സിറ്റിയിൽ കിടന്ന് ബേൺ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സിറ്റി യൂസ് ഭയങ്കര കുറവാണ്. ഞാൻ തീരെ കുറവായി ഉപയോഗിക്കുന്നത്. സ്കൂട്ടറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏത് സ്കൂട്ടർ? സ്കൂട്ടർ ഏതറാണ് ഇത്. അപ്പൊ അതാ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ നാട്ടിൽ വരാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ എങ്ങനെ നമുക്ക് സിറ്റിയിൽ അധികം ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് മറ്റേ DPFന്റെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ എനിക്ക് 2 വട്ടം അത് കിട്ടിയിട്ടുണ്ട്. DPF ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇപ്പം 2ാമത്തെ വട്ടം ഇപ്പം വന്നിട്ടുണ്ട്. എങ്ങനെയാ വന്നത്? ആദ്യം വന്നപ്പോൾ ഞാൻ എഞ്ചിൻ ലൈറ്റ് വന്നു, സ്റ്റിയറിംഗ് വാർണിംഗ് ലൈറ്റ് വന്നു. അപ്പം DPFന്റെ സിമ്പിൾ ഇതിൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് വരാറില്ല. എപ്പോഴും വരാറുള്ളത് എഞ്ചിൻ ലൈറ്റാണ് വരുന്നത്. അപ്പം അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെ പത്തനംതിട്ടയിലായിരുന്നു. അവിടുത്തെ ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കുറെ എഞ്ചിൻ ലൈറ്റ് വന്നതുകൊണ്ടല്ലേ. പിന്നെ നമ്മൾ അത് ഞാൻ അന്നേരം ട്രാവലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ തൊടുപുഴ മൂവാറ്റുപുഴയുള്ളൊരു ഷോറൂമിൽ കയറ്റി കാണിച്ച് അവരെനിക്കത് ക്ലിയർ ചെയ്ത് തന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഓടിച്ച് പിന്നെ ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സർവീസ് ചെയ്യുന്ന ബാംഗ്ലൂരിലെ ഷോറൂമിലെത്തിയപ്പോൾ അവരെന്തോ ഒരു എക്സോസ്റ്റിൻ്റെ എന്തോ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വീണ്ടും ആ ഇഷ്യൂ വന്നത്. പക്ഷേ ഈ DPF ഇഷ്യൂ വരുമ്പോൾ നോർമലി ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 60 കിലോമീറ്റർ പ്ലസ് സ്പീഡ് പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമല്ല വരുന്നത്. ജസ്റ്റ് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് വരാറേ ഉള്ളൂ. ഈ പ്രാവശ്യം വന്നിപ്പോൾ ഇതിപ്പോൾ കുറേ ദിവസമായി. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ അത് കാണിക്കാമെന്ന് ഓർത്തിങ്ങനെ വെച്ചോണ്ടിരിക്കും. ബാംഗ്ലൂർ ചെന്നിട്ട് കാണിക്കാമെന്ന്. ഇപ്പോൾ DPF ഇഷ്യൂ വരുമ്പോൾ ഈ ഹൈ RPM കയറ്റി ഓടിക്കുക എന്നുള്ള സൊല്യൂഷൻസ് ഒക്കെ കേൾക്കാറില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ത്രോട്ടിൽ ബോഡി പലരുടെ അങ്ങനെ കണ്ടിട്ടുണ്ട്, 20 RPM കൊടുത്താൽ മതി എന്നൊക്കെ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഒരു 3rd ഗിയർ തന്നെ ഞാൻ കുറേ ഒരു നല്ല ഡിസ്റ്റൻസ് ഓടിച്ചു നോക്കി. വണ്ടി അത് പോയൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇറർ കോഡ് അവിടെ തന്നെ പോയി ഷോറൂമിൽ പോയി ക്ലിയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വെറുതെ പെട്രോൾ കളയുന്നത്. പെട്രോൾ അല്ല, ഡീസൽ. അത് തന്നെ. എന്തായാലും മഴയായിട്ടുണ്ട്. ഇവനെ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അകത്ത് വരട്ടെ. അങ്ങനെ നമ്മൾ മഴയായിട്ട് വണ്ടിയിൽ കയറി സൺറൂഫൊക്കെ ഓപ്പൺ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ഓടിക്കുകയാണ്. സൺറൂഫ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഒരു പ്രൈസ് കൊടുത്ത് വാങ്ങിയിട്ട് കിട്ടാതിരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നിനക്ക് എന്തൊക്കെ വേണമെന്ന് തോന്നിയിട്ടുണ്ട് എക്സ്ട്രാ? എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും വേണമെന്ന് തോന്നാറുണ്ട്. അല്ലാതെ എല്ലാം നമ്മൾ കൊടുത്തതല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ അല്ലാതെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓട്ടോ ഡിമ്മിങ് മിറർ, അതൊക്കെ ഒരു ബേസിക് ഫീച്ചേഴ്സ് ആണല്ലോ. അതൊക്കെ അവർക്ക് തരായിരുന്നു. മാനുവലാണ് വന്നിരിക്കുന്നത്, ഇതില് മാനുവലാണ് വരുന്നത്. പിന്നെ അല്ലാണ്ട് നമുക്ക് വേറെ ബ്ലൂ ലിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒരു യൂസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതായത് ഓപ്ഷനിൽ വരുന്ന സാധനങ്ങൾ. അതെ. ഇപ്പം ബ്ലൂ ലിങ്ക് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കീ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബ്ലൂ ലിങ്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല. കീയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, കീയിൽ ബൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. അതെ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം കീയിൽ പറ്റും. നമുക്ക് അതുകൊണ്ട് അതൊന്നും വേണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അല്ലാണ്ട് കുറച്ച് ഒരു ഫീൽ ഗുഡ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം ഈ ഇവിടുത്തെ ഇന്റീരിയേഴ്സ് ആണ്, ഇതിപ്പം ഫുള്ള് ഒരു ഫൈബറോ പ്ലാസ്റ്റിക്കോ എന്തോ സാധനങ്ങളാണ്. നേരത്തെ നമ്മുടെ ബേസ് മോഡലൊക്കെ കാണുന്ന പോലത്തെ. അതെ. അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും
ഇല്ല. ഇതുവരെ വേറെ ഒന്നും വേണമെന്ന് അങ്ങനെ തോന്നിയിട്ടൊന്നും. ഓക്കെ, സിറ്റിയുടെ കാര്യം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു ജീപ്പ് കോമ്പസ് ലൈറ്റ് അടിച്ച് തരുന്നുണ്ട്, വെട്ടം കുറവാണെന്ന് പറഞ്ഞതിന് എന്തോ വേണം അല്ലേ? ഓക്കെ, പിന്നെ നല്ലൊരായ കൂട്ടുകാർ. അതെ, കൂട്ടുകാർ. പിന്നെ ആ ഫീൽ കുട്ടി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 2017 സിറ്റി മേടിക്കുന്നത്. അപ്പോൾ അതിന് നിയർലി 16 lakhs ആണ് നമ്മൾ ഓൺ റോഡ് വണ്ടിക്ക് കൊടുത്തിരുന്നത്, ഡീസൽ വണ്ടിക്ക്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ഇവിടെയൊക്കെ ഒരു ലെതർ ഫിനിഷിങ്ങും ഡോർ പാർട്സും മൊത്തത്തിലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുമായിരുന്നു. അതിന് എത്രയായിരുന്നു എമൗണ്ട്? അതിന് നിയർലി 16 പ്ലസ് എന്തായാലും ആയിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, ഒരു ജീപ്പ് കോമ്പസ് പോയിട്ടുണ്ട്, അതിന്റെ റിവ്യൂ വേണമെങ്കിൽ താഴ്ന്ന കമന്റ് ചെയ്തേക്ക്. നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അതിന്റെ വിഷമങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവർ ഈ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പം സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് 2 door നമുക്ക് കീലെസ് എൻട്രി ആക്സസ് ഒക്കെ ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് അതില്ല. നമ്മൾ ചിലപ്പം വരുമ്പം നമ്മൾ ഡ്രൈവർ സൈഡിലായിരിക്കത്തില്ല, ആ സൈഡിൽ നിന്ന് സാധനം വെക്കാനൊക്കെ വരുമായിരിക്കും. അപ്പോൾ അവിടെ വരുന്ന സാധനമില്ല, ബട്ടണില്ല. അതിൻ്റെതായൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് കോസ്റ്റ് കട്ടിങ് ആയിട്ട് ചെയ്യുമ്പോൾ. കൺവീനിയൻസ് എടുത്ത് കളഞ്ഞിട്ട് കോസ്റ്റ് കട്ടിങ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കിട്ടണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അതെ. പിന്നെ നമ്മൾ മൈലേജ്, നമ്മൾ പെർഫോമൻസ് ഒക്കെ കാണിക്കണമെന്ന് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനല്ലോ. കാണിക്കാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ മാത്രം പവർ ഒന്നുമില്ല, പക്ഷെ ആവശ്യത്തിനുള്ള നല്ല പവർ ഉണ്ട്. സാധാരണ ഒരു വണ്ടി 115 bhp ഉള്ള സാധാരണ വണ്ടിയാണെങ്കിലും നോർമൽ ഇപ്പോഴുള്ള മറ്റ് എഞ്ചിൻസിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പവർ കിട്ടും. 115 bhp ഒരു റേഞ്ചിലുള്ള ഡീസൽ എഞ്ചിനിൽ നല്ല കിട്ടും. സൈക്കോ വീണ്ടും വന്നു, വിടുന്നില്ല. ഓക്കെ, അപ്പോൾ നല്ല പവർ കിട്ടും. പിന്നെ മൈലേജിന്റെ കാര്യമാണ് അറിയേണ്ടത്. കാരണം ഇത്രയും ലോങ് ഒരു 24 kilometer മൈലേജ് ഉള്ള സിറ്റി യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് വന്നപ്പോൾ മൈലേജ് 24 അല്ല ഞാൻ പറയുന്നത്, നമുക്കൊരു ഡെയിലി യൂസിൽ എന്തായാലും ഒരു 18 പ്ലസ് എന്തായാലും കിട്ടും. അപ്പൊ ഇതിനും എനിക്ക് അത് തന്നെ കിട്ടുന്നുണ്ട്. സിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മൾ ഓടിച്ചാലും ഒരു 16 പ്ലസ് എന്തായാലും കിട്ടും. 16 താഴെ ഇതുവരെ പോയി കണ്ടിട്ടില്ല. റാഷ് ആണെങ്കിലും എത്ര റാഷായിട്ട് ഓടിച്ചാലും അത്ര ആ ഒരു റേഞ്ച് കിട്ടും. പിന്നെ നമുക്ക് ഹൈവേയിൽ വരുമ്പോൾ ഇപ്പം നമ്മൾ നല്ല മര്യാദയ്ക്ക് ഓടിച്ച് വരിക, ഒരു 120 ക്രൂസിങ് പിടിച്ചിട്ട് വരുവാണെങ്കിൽ ഈസിലി നമുക്ക് ഒരു 24 റേഞ്ച് കിട്ടും. 5000 കിലോമീറ്റർ വരെ 120 പ്ലസ് പോവാതെ ഒരു 2500 RPM മേളിൽ വണ്ടി കയറ്റാതെ അങ്ങനെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ബ്രേക്കിംഗ് പീരീഡിൽ ഞാൻ അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് ആ ഒരു മൈലേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ അത് നോക്കാറില്ല, മൈലേജ് നോക്കാറില്ല. അപ്പം അതുകൊണ്ടൊരു 18-19 എന്തായാലും 20 ആ റേഞ്ച് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് നാട്ടിലോട്ട്. ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു 1/4 ടാങ്ക് ബാക്കി കാണും. കൊച്ചിയിലേക്ക് വരുവാണെങ്കിൽ ഒരു ഫുൾ ടാങ്കിൽ അവിടെ എത്താം. പിന്നെ വേറെ എങ്ങും ഓട്ടം പോകുന്നില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചു പോവുകയും. നമ്മുടെ ഡിപ്പെൻസ് ആണ് നമ്മളെങ്ങനെ ഓടിക്കുന്ന ത്രോട്ടിൽ നമ്മളെങ്ങനെ പുഷ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് കാര്യങ്ങൾ. സ്ലോ ത്രോട്ടിലാണോ കൊടുക്കുന്നത്, പെട്ടെന്നാണോ നമ്മൾ സഡൻ ആയിട്ടുള്ള ആക്സലറേഷനും പിന്നെ ഫസ്റ്റ് 3rd ഗിയർ 3 ഗിയറിൽ വലിച്ചെടുത്തോണ്ട് പോക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. ഓക്കെ, ഇതിന് 6 speed ഗിയർ ബോക്സ് കൂടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ 120 എത്തുമ്പോഴും 2000 RPM റേഞ്ച് നിൽക്കുമോ? 120 2 പോയിന്റ് സംതിങ് പോകും. 2.1 റേഞ്ചിൽ നിൽക്കും. അതെ. ഓക്കെ, 2.5 ബിലോ എന്തായാലും ആണോ? സോറി 120 ആണല്ലോ, അപ്പോൾ 2.5 അടുപ്പിച്ച് വരാൻ സാധ്യതയുണ്ടല്ലോ. ഓക്കെ, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഹുണ്ടായുടെ ഡീസൽ വണ്ടി ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് നല്ല എഞ്ചിനാണ്. ഇത് കുറേ കൊല്ലങ്ങളായിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് ഇത് തന്നെ പ്രിഫർ ചെയ്ത ബാക്കിയുള്ളത് എടുക്കാതെ. ഇതിനാണെങ്കിൽ ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്, നമുക്കൊരു പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഫീലേ തോന്നത്തുള്ളൂ. പിന്നെ ഗിയർ ഷിഫ്റ്റ്സ് ആണെങ്കിലും ഭയങ്കര ലൈറ്റാണ്. ഞാൻ ബാക്കി ഉപയോഗിച്ചിട്ടുള്ള ഡീസൽ വണ്ടിയെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പം ഹുണ്ടായുടെ ഡീസൽ ഭയങ്കര എന്തോ ഒരു നല്ല ഫീലിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഇത് ലൈറ്റ്നെസ്സും പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഒരു ബലം പിടിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ വെള്ളം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയൊക്കെ ഇട്ട് കളിക്കാം. അപ്പം അതുകൊണ്ടൊക്കെ ഇത് ഭയങ്കര കൺവീനിയൻ്റാണ്. പിന്നെ AC കൂളിംഗ് എങ്ങനെയുണ്ട്? AC കൂളിംഗ് എനിക്ക് ഇതിന് നല്ല കൂളിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് കൊച്ചു വണ്ടി ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ക്യാബിൻ തണുക്കും. ഇപ്പം ഇതേ പുതിയ മോഡൽ സെൽറ്റോസും ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ അതിലാണെങ്കിലും നമുക്ക് ഒരു 23 ഇട്ട് കഴിഞ്ഞാൽ
ഞാൻ നോർമലി എപ്പോഴും ഇടുന്ന 23 23 ഓട്ടോ ഇട്ട്. അതെന്തുകൊണ്ടാണ് 23 23 ഡിഗ്രി ആകുമ്പോൾ നമുക്കൊരു പ്രിഫറൻസിന് വേണ്ടി എന്തെങ്കിലും വേറെ പ്രത്യേകത ഉണ്ടോ? ക്ലൈമറ്റിക്ക് ഒരു 23 ആകുമ്പോൾ നമുക്ക് ഒരുപാട് തണുപ്പല്ല, ഒരുപാട് ചൂടുമല്ല, ഫുൾ ടൈം ഓടാവുന്ന ഒരു ടെമ്പറേച്ചർ ആണല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇപ്പം വേറെ വണ്ടിയിലൊക്കെ ഞാൻ പോയിട്ട് 23 അതേപോലെ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും പെട്ടെന്ന് കൂളാവത്തില്ല. ഇതിന് നല്ല പെട്ടെന്ന് നമുക്ക് അത് കൂളായി കിട്ടുന്നുണ്ട്. റിയർ AC വന്നിട്ടുണ്ട്. റിയർ AC വന്നിട്ടുണ്ട്. റിയറിൽ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ കുഴപ്പമില്ല, i20 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. 4 പേർക്ക് പോകാവുന്നതാണ്. പിന്നെ ബാക്കി വയർലെസ് ചാർജിങ് ഉള്ള ഫീച്ചേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ബാക്കി ഫീച്ചേഴ്സുകൾ പരിപാടികളൊന്നും നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു ലോങ് ടേമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ചോദിക്കുന്നത്. അതിനകത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ പറഞ്ഞു. ഇനി ചോദിക്കാനുള്ളത് നെഗറ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് ഹ്യുണ്ടായി വെന്യൂ ഡീസൽ വണ്ടി എടുത്താലുള്ള നെഗറ്റീവ്സ്? ഡീസൽ വണ്ടി എടുത്താലുള്ളൊരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ഓട്ടോ അല്ലെ ഒരു വീക്കിലി നിങ്ങളൊരു മിനിമം ഒരു 300 കിലോമീറ്ററിൽ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെ നമ്മൾ അത്ര എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഇതിന് ഈ DPF ഇഷ്യൂ വരുന്നതിൻ്റെ മെയിൻ കോസ് ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരു വണ്ടി ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, അവിടെ പോയിട്ട് വണ്ടി പെട്ടെന്ന് ഓഫാക്കുക, എന്നാൽ എക്സോസ്റ്റ് ഒന്ന് ഹീറ്റ് ആവാനുള്ള ടൈം പോലും കിട്ടാതിരിക്കുമ്പോഴാണ് എക്സോസ്റ്റ് ക്ലോഗിങ് ഉണ്ടാവുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡീസൽ വണ്ടി ഇങ്ങനെ ചെറിയ ഓട്ടോ ഇല്ലാത്തവർ ഡീസൽ വണ്ടി വെറുതെ എടുക്കണ്ട. ഓട്ടോ ഉള്ളവർക്കാണ് ഇത് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിരിക്കും. ഓക്കെ, അതാണ് പറയാനുള്ളത്. അല്ല നെഗറ്റീവ്സ് ആയിട്ടൊന്നും ഇല്ല. നെഗറ്റീവ്സ് ആയിട്ട് വേറെ ഡീസൽ വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ നിന്നോ അല്ലേ വണ്ടിയുടെ ക്യാബിനിൽ നിന്ന് അങ്ങനെയൊന്നും വേറൊരു കംപ്ലൈന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ അതെ, ഇപ്പം പ്രശ്നമൊന്നും ഇല്ല നമുക്ക്. ബാക്കിയെല്ലാം നല്ലതാണ് വണ്ടിയുടെ. എനിക്ക് വേറെ അങ്ങനെ കംപ്ലൈന്റ് പറയുന്ന പോലെ ഒരു എക്യുപ്മെന്റും കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. DPF അല്ലാതെ ഞാൻ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത സാധനങ്ങളൊന്നും ഇല്ല ഇതിന്. പിന്നെ ഇത്രയും ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടിയായിട്ട് പോലും, ഡെയിലി അല്ല ലൈക്ക് ഇത്ര ലോങ് ഉപയോഗിക്കുന്ന വണ്ടിയായിട്ട് പോലും വേറെ കംപ്ലൈൻസോ അത് ഞാൻ അത്ര എന്താ ഡെലിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇച്ചിരി റഫായിട്ട് തന്നെ യൂസ് ചെയ്യുന്നു. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. വേറെ ഒന്നും ഇല്ലല്ലോ. ഇതിൻ്റെ പെയിന്റ് ആണെങ്കിൽ നമുക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പെട്ടെന്ന് ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് കാര്യങ്ങളെല്ലാം വരുന്നു. അതാണോ നീ കോട്ടിങ്ങിന്റെ കാര്യങ്ങൾ ഞാൻ അതാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്കിപ്പം ബെയർ ഡ്രോപ്പിംഗ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് പെയിന്റ് ചിപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. അതെനിക്ക് ജസ്റ്റ് ഒരു മാസം എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് വന്നു. എന്നുവെച്ചാൽ അത്രയും നാൾ അതിൽ വെച്ചോണ്ടിരുന്നിട്ടൊന്നുമില്ല. ഞാൻ പോലും സർവീസ് വാഷ് കഴിഞ്ഞപ്പോഴാണ് അത് കാണുന്നത്. അവരോട് ചോദിച്ചപ്പോൾ ആദ്യം ഹുണ്ടായുടെ ഷോറൂം നാട്ടിലായിരുന്നു. അപ്പോൾ ഷോറൂമിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുണ്ടായുടെ പെയിന്റ് തിന്നർ ഇട്ടാൽ പോലും ഇളകി പോകാത്ത പെയിന്റാ. അപ്പൊ അതുകൊണ്ട് തിന്നർ ഇട്ടൊക്കെ തുടച്ചാൽ മതി, അല്ല അവര് തന്നെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് കുറെ നോക്കി. സാധനം പോയില്ല. ലാസ്റ്റ് പെയിന്റ് കട്ടായതാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ നമുക്കത് ക്ലെയിം ചെയ്തോ എന്തെങ്കിലും ചെയ്തതല്ലേ ഓപ്ഷൻ ഉള്ളൂ. എന്നിട്ട് കോട്ടിംഗ് എല്ലാം ചെയ്യണം. ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കണം. നിനക്ക് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇതെടുത്തേ? ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞൊരു ആഗ്രഹത്തിന്റെ പുറത്തെടുത്തേ. ക്ലീൻ ആക്കി ഇട്ടാൽ ഇതിൽ എടുപ്പുള്ള വേറെ കളറില്ല. അതെ അതെ, ഫോട്ടോയിലും എല്ലാം നല്ല രസമാണ്. നമ്മൾ അടുത്ത് പോയി നോക്കാതിരുന്നാൽ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഓൾറെഡി വണ്ടിയിൽ നല്ല ചെളിയുണ്ട്. പക്ഷേ ഞാൻ കാണിക്കുന്ന ഷോർട്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെളിയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം കുറച്ച് ലോങ് വെച്ചെടുക്കുന്നത് ചെളി തോന്നിക്കാറില്ല. പിന്നെ ടയറിൻ്റെ കാര്യം, ഈ ഒരു 36,000 ഓടിയപ്പം ടയർ എന്തുമാത്രം ബാക്കിയുണ്ട്, ഇനി എന്തുമാത്രം മൈലേജ് നിനക്ക് ടയറിൽ കിട്ടും എന്നുള്ളതെന്ന് പറ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ ടയറാണെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മറ്റേ ടയർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, TPMS ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രഷർ കാര്യങ്ങളെല്ലാം നോക്കും. എല്ലാ ഈ ബാംഗ്ലൂർ ഡ്രൈവിലും ഞാൻ എപ്പോഴും രാവിലെ വണ്ടി എടുക്കുന്നതിനല്ല തലേദിവസം മുമ്പ് പോയിട്ട് റീചെക്ക് ചെയ്ത് വീണ്ടും പ്രഷർ കറക്റ്റ് ആക്കുകയോ ചെയ്യും. കാരണം വണ്ടി റണ്ണിങ്ങിൽ പിന്നെ ഹീറ്റ് ആകുമ്പോൾ പ്രഷർ വേരിയേഷൻ വരുന്നുണ്ട്. ഞാൻ കോൾ ടയറിലായിരിക്കും പ്രഷർ ചെക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഒരു 3,000 ആയപ്പോൾ തന്നെ ഫസ്റ്റ് അലൈൻമെന്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എവരി 5,000 തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവരി 5,000 റൊട്ടേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അവർ റിക്വയർമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലേ ചെയ്യാറുള്ളൂ. എല്ലാം ചോദിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പരിപാടി അലൈൻമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ടയറിന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇനി ഒരു 15-20 കൂടി ഓടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 55,000-60,000 മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 50,000 വരെ പോകണം. കൂടുതലും സഡൻ ത്രോട്ടിൽ അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്കിങ്ങിന് വരുമ്പോഴാണ് ടയറിന് തേയ്മാനം കൂടുന്നത്. പക്ഷേ ഇതിന് കിലോമീറ്റർ സ്പീഡ് നല്ലതായിട്ട് സ്പീഡിലാണ് ഓടിക്കുന്നത്. നമ്മൾ പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ടയർ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ റൊട്ടേഷനും കറക്റ്റ് ആയിരുന്നേ. അപ്പം നമുക്ക് ഫ്രണ്ടിലത്തെ കുറച്ച് തീർന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത 5,000 ആകുമ്പോൾ
കറക്റ്റ് ടൈമിൽ അത് അടുത്തൊരു 2000-ന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുക. ഒരു 500 കിലോമീറ്റർ മുമ്പ് തന്നെ നമ്മൾ മാക്സിമം. പിന്നെ ചെയ്യുന്നതെല്ലാം സെയിം കടയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വേറെ കടയിൽ കൊടുക്കാം. മെഷീൻ അനുസരിച്ച് അതെ, അതിപ്പം വരുന്നുണ്ടായിരിക്കും. ഞാൻ ബാംഗ്ലൂരിൽ തന്നെ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ഇപ്പോൾ ഇവിടെ വരും, ഇങ്ങനെ നാട്ടിലോട്ട് വരുന്നൊരു ആവശ്യമല്ലോ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ചെയ്തിട്ട് വരും. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് കണ്ടിട്ട് അടുത്തൊരു 15 ഓടാനുള്ള സാധ്യതയുണ്ട്. മൊത്തം തീരുന്ന വരെ നിൽക്കത്തില്ല, എന്നാലും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വെന്യൂവിൻ്റെ 36,000 in 6 months തീർത്തതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മാൻ. താങ്ക്സ് ഒന്നും പറയണ്ട, കുഴപ്പമില്ല. ഒരു 2 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് 50,000 ആകും. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 1 lakh ആകും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ വരാം അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പലരും കോമൺ അല്ലാത്ത കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട. എനിക്ക് കുറെ കൂടി പറയുണ്ടായിരുന്നു. അല്ല